ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ ഗോതമ്പ് പൊടിയും അതുപോലെ ചെറുപഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഏകദേശം 500 ഗ്രാമോളം ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇത് മൈസൂർ പഴമാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് പഴവും വേണമെങ്കിലും എടുക്കാം, നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ റോബസ്റ്റോ ഒക്കെ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാര ഇപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ പഞ്ചസാര പൊടിച്ചതിലേക്ക് നമ്മൾ ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതുപോലെ നല്ലൊരു പേസ്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നല്ല സ്വീറ്റായിട്ടുള്ള സ്നാക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുക. നമ്മുടെ സ്നാക്ക് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആവാനും പൊങ്ങി വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ്. അപ്പോൾ അത് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി, ഒന്നിച്ചിടണ്ട. അപ്പോൾ കട്ടയൊന്നും കൂടാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള പഴത്തിൻ്റെ നനവ് കൊണ്ടാണ് ഈ ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് നനഞ്ഞ് കിട്ടുക. പിന്നെ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എണ്ണയിലോട്ട് കോരിയിട്ടാൽ മതി. ഇതുപോലെ തിക്കായിട്ടുള്ളൊരു ബാറ്റർ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ ഇവിടെ നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് സ്നാക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു സ്കൂപ്പർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനിത് കോരിയെടുക്കുന്നത്. നമുക്ക് ഏത് വലിപ്പത്തിലാണോ സ്നാക്ക് വേണ്ടത് ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ട് മാവ് ഒഴിച്ചിട്ടാൽ മതി ഇതിലേക്ക്. അപ്പോൾ ഞാൻ ഈ സ്കൂപ്പറിൻ്റെ പകുതിയോളാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ വലിയ ബോൾസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാലും മതി. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം അത് ഫ്രൈ ചെയ്യാൻ, എങ്കിലും ഇതിൻ്റെ ഉൾവശമൊക്കെ ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ചെറുപഴമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സ്നാക്കെല്ലാം ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്